കോതമംഗലത്ത് വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS മുഖ്യാതിഥിയായിരുന്നു. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ 2ാമത് വാർഷികം ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ C. ആമുഖ പ്രഭാഷണം നടത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയായി കാണാൻ കഴിയുന്ന വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി അതിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തിയുള്ള എന്നുവെച്ചാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ചടങ്ങിനാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ പദ്ധതിയുമായി പല പരിപാടികളിൽ വന്നു പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സാംപോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സുമനസ്സുകളായിട്ടുള്ള ഈ ആശുപത്രിയുടെ നല്ല പുരോഗതിക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ ഏകിയിട്ടുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ വിശാലമായ ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുചേർന്നിട്ടുള്ള ഒരുപിടി ആളുകളുടെ പരിചിതമായ മുഖങ്ങൾ ഇന്ന് ഈ പരിപാടിയിൽ കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ചും UAE നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഋഷിപ്പ് ഉൾപ്പെടെ ഇനി അല്ലാതെ തന്നെ പല പല പദ്ധതികളിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും പേരുകൾ ഇവിടെ, അതോടൊപ്പം തന്നെ സംഘടനകളുടെ പേരുകളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇനിയും എത്ര കാലം കഴിഞ്ഞാലും കൂടുതൽ കൂടുതൽ പ്രശോഭിതമായി ഈ പദ്ധതി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ജനനന്മയ്ക്ക് വേണ്ടി എല്ലാവരോടും ഒത്തൊരുമിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ മറ്റ് സർക്കാർ ആശുപത്രികൾക്ക് മാതൃകയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതും അഭിനന്ദനാർഹവുമെന്ന് കളക്ടർ പറഞ്ഞു. 2025-26 വർഷത്തെ പദ്ധതിക്കായി വിവിധ സംഘടനകൾ നൽകിയ ഫണ്ട് കളക്ടർ ഏറ്റുവാങ്ങി. I heartily congratulate Taluk Hospital administration as well as Pain and Palliative Care Society. ഈ ഒരു നേതൃത്വം നൽകിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൂടിയല്ലേ നമ്മുടെ ശമ്പളം വാങ്ങിച്ചു പോയാൽ മതിയാവാൻ പോകുകയല്ല. ഒരു മോറൽ ആംബിഷൻ ഉണ്ടാവണം. ഒത്തിരി ഒരു ഡോക്ടർ ആയാലും ഒരു IAS ഓഫീസർ ആയാലും നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം വിട്ടിട്ട് നമ്മൾ ഗവൺമെന്റ് രംഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു മോറൽ ആംബിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സൂപ്പർടെൻഡന്റും ഈ ടീമും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ടീമും കാണിച്ചിട്ടുണ്ട്. അവരെല്ലാവർക്കും നന്ദി അഭിനന്ദനെ പറയുകയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് പിന്നെ ഡോണേഴ്സ് ആണ്. ബിക്കോസ് ഈ ഒരു കൂട്ടായ്മ ഇല്ലാതെ ഈ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ പീസ് വാലി ആവട്ടെ, AVM ഗ്രൂപ്പ് ആവട്ടെ, ഇവരെല്ലാവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ കുറച്ചു പേർക്കാണെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കണം. വാട്ട് എവർ ഇസ് പോസിബിൾ ഫ്രം അവർ സൈഡ്. അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒത്തിരി പേരും ഈ കോതമംഗലം താലൂക്കിലുണ്ട്. അവരാണ് ഈ ഒരു ഫൗണ്ടേഷൻ, അവരുടെ മേലാണ് ഈ ഒരു നമ്മൾ ഈ ഒരു എൻറ്റയർ വിശപ്പുരഹിത ആശുപത്രിയുടെ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തത്. EM ജോണി ഇടയ്ക്കാട്ടുകുടിയിൽ ആശുപത്രിക്ക് സമർപ്പിച്ച പീഡിയാട്രിക് പ്ലേ ഏരിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. പദ്ധതിയുടെ 2025-26 വർഷത്തെ 32 പങ്കാളികളെ ജില്ലാ കളക്ടർ മൊമന്റോ നൽകി ആദരിച്ചു. സിന്ധു ജിജോ, CPS ബാലൻ, മിനി മാത്യു, PM അബൂബക്കർ, റഷീദ് കോട്ടയിൽ, പ്രസിഡന്റ് EV എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി മാത്യു P. ജേക്കബ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് അരുൺ ഗിന്നസിന്റെ വെറൈറ്റി ടാലന്റ് ഷോയും അരങ്ങേറി. ഡോക്ടർ സാംപോൾ നമുക്കറിയാം, ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഈ ആശുപത്രിയുടെ നടത്തിപ്പിനായിട്ട് ഒട്ടേറെ പ്രയത്നങ്ങൾ നടത്തുകയും പലവിധ സൗകര്യങ്ങളിൽ ആശുപത്രി ഉണ്ടാക്കാനായിട്ട്
ഡോക്ടർ ഷാംപോ നമ്മുടെ സൂപ്രണ്ട്. ആ ഡോക്ടർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ഈ കോതമംഗലം താലൂക്കിൽ ഞാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് കമ്മിറ്റി ഇതിനെല്ലാം വളരെയധികം സഹകരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിന്റെ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി എന്ന് പറയുമ്പോൾ രോഗികൾക്കും കൂടെയുള്ളവർക്കും 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള ആ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു, ആദ്യകാലങ്ങളിൽ ഇവിടെയുള്ള രോഗികൾക്ക് കഞ്ഞി ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പാത്രം കൊണ്ടും ചോറ്റുപാത്രം കൊണ്ടും ഒരു ഭാഗത്ത് ഈ കഞ്ഞി വെച്ചിട്ടുണ്ടാകും. രോഗികൾ അവിടെ നിന്ന് പാത്രങ്ങളുമായിട്ട് വന്ന് ക്യൂ നിന്ന് ഈ കഞ്ഞി വാങ്ങി കുടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു പണ്ട് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. മീഡിയ 60 ന്യൂസ് കോതമംഗലം.